കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ പാർട്ടിയാണ് കോൺഗ്രസ്. പതിറ്റാണ്ടുകളോളം ഈ രാജ്യം ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. പക്ഷേ ഇന്ന് എന്തുകൊണ്ടാണ് സ്വന്തം കരുത്തിൽ BJPക്ക് ബദലായി നിൽക്കാൻ കഴിയാത്തത്? ഈ അവസ്ഥയിലേക്ക് എന്തുകൊണ്ട് നിങ്ങളെത്തി? ഇനി ബദലെന്ന് പറയുന്ന നിങ്ങളുടെ ഇന്ത്യ മുന്നണിയെ തന്നെ നോക്കൂ. കേരളത്തിൽ ശത്രുക്കൾ, ബംഗാളിൽ ശത്രുക്കൾ, പഞ്ചാബിൽ ശത്രുക്കൾ. പക്ഷേ ഡൽഹിയിലെത്തുമ്പോൾ എല്ലാവരും ഒറ്റക്കെട്ട്. എന്താണ് നിങ്ങളുടെ രാഷ്ട്രീയം? BJPക്ക് എതിരായുള്ള ഒരു കോൺസെപ്റ്റ് മാത്രമാണോ നിങ്ങളുടെ രാഷ്ട്രീയം? സംസ്ഥാനത്തിൻ്റെ അകത്ത് നിങ്ങൾ പരസ്പരം അഴിമതിക്കാരെന്ന് പറയുന്നു. ഈവൻ കേരളത്തിൽ എന്തുകൊണ്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്തില്ല എന്ന് ഡൽഹിയിൽ നിന്ന് വന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. എന്നിട്ട് ഡൽഹിയിൽ പോയപ്പോൾ ഇവരെല്ലാവരും ഒരുമിച്ചിരുന്ന് മീറ്റിംഗ് കൂടുന്നു. ഇനി തമിഴ്നാട്ടിലേക്ക് നോക്കാം. ഇന്നലെ അവർ DMKയ്ക്ക് ഒപ്പമായിരുന്നു. തിരഞ്ഞെടുപ്പിലും DMKയുടെ സഖ്യകക്ഷിയായിരുന്നു. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ DMKയ്ക്ക് ഭരിക്കാൻ പറ്റില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾ പ്ലേറ്റ് മാറ്റി. നിങ്ങൾ നേരെ TVKയ്ക്ക് ഒപ്പമായി. ഇപ്പോൾ TVK മന്ത്രിസഭയിലെ അംഗങ്ങളുമായി. ഇതാണല്ലോ കോൺഗ്രസ്, നിങ്ങളുടെ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഐഡിയോളജി. ഈ ഇന്ത്യ മുന്നണിയുടെ കാഴ്ചപ്പാട് എന്താണ്? നിങ്ങളെ ഒന്നിപ്പിക്കുന്നത് എന്താണ്? അത് ദേശീയ കാഴ്ചപ്പാടാണോ? എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾക്കുള്ളത് BJP വിരോധവും ഭരിക്കാനുള്ള ആക്രാന്തവും മാത്രമാണ്. കാരണം ഒരു രാജ്യത്തെ ഭരിക്കാൻ BJPയെ വെറുക്കുന്നത് മാത്രം പോരാ. രാജ്യത്തെ എങ്ങനെ ഭരിക്കുമെന്നുള്ള മറുപടിയും കൂടെ വേണം. നിങ്ങൾക്ക് നിങ്ങളുടേതായ സാമ്പത്തിക നയം വേണം. തൊഴിലുകൾ സൃഷ്ടിക്കുന്നത് എങ്ങനെയെന്ന് പറയണം. വിദേശ നയം എന്താണെന്ന് നിങ്ങൾക്കൊരു ലക്ഷ്യം വേണം. ദേശീയ സുരക്ഷയുടെ നിലപാട് എന്താണ് നിങ്ങളുടെ? നിങ്ങൾക്ക് 10 പാർട്ടി ഉണ്ടെങ്കിൽ 10 നിലപാടുകളാണ്. ഇതിന് വ്യക്തമായി മറുപടി കേൾക്കാനാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് 2014-ലും 2019-ലും 2024-ലും ജനങ്ങൾ വീണ്ടും BJP തിരഞ്ഞെടുത്തത്. കാരണം നിങ്ങളെ ഒരു ബദലായിട്ട് ജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നില്ല. അതിന് മറ്റൊരു ഉദാഹരണം കൂടിയുണ്ട്. ഇപ്പോൾ CJP എന്ന് പറഞ്ഞ കോക്രോച്ച് പാർട്ടിയും അതുതന്നെയാണ് പറയുന്നത്. യുവാക്കൾക്ക് പോലും നിങ്ങളൊരു ബദലായി കാണാൻ പറ്റുന്നില്ല. BJPക്കെതിരെയുള്ള ഒരു ബദലായിട്ട് കോൺഗ്രസിനെയോ അല്ലെങ്കിൽ കോൺഗ്രസ് നയിക്കുന്നു എന്ന് അവർ തന്നെ വിശ്വസിക്കുന്ന ഇന്ത്യ മുന്നണിയോ സാധാരണക്കാരും യുവാക്കളും കാണുന്നില്ല എന്നാണ് അർത്ഥം. ഇതെല്ലാം BJPയുടെ വിജയം മാത്രമല്ല, 150 വർഷം പഴക്കമുള്ള കോൺഗ്രസിൻ്റെ പരാജയം കൂടിയാണ്. BJPയും RSSും മുന്നോട്ട് വയ്ക്കുന്ന ഹിന്ദുത്വ രാഷ്ട്രീയത്തിന് ഒരു ശക്തമായ ബദലായി മാറാൻ ഇന്നത്തെ കോൺഗ്രസിന് കഴിയാത്തത് എന്തുകൊണ്ടാണ്? കാരണം കോൺഗ്രസ് എന്ന പാർട്ടി ഇന്നൊരു ആശയത്തേക്കാൾ ഒരു കുടുംബത്തെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയമായി മാറിയെന്ന വിശ്വാസമാണ് കൂടുതലും ജനങ്ങൾക്കുള്ളത്. ഒരു കാലത്ത് രാജ്യത്തിൻ്റെ എല്ലാ കോണിലും സ്വന്തമായി നേതാക്കളുണ്ടായിരുന്ന ഒരു പാർട്ടിയായിരുന്നു ഇത്. ഇന്ന് ഒരു കുടുംബത്തിനപ്പുറം നേതൃത്വം കാണാൻ പാടുപെടുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ടാണ് BJP എതിർക്കുന്ന പലർക്കും തോന്നുന്നത് കോൺഗ്രസിനെ ഒരു വിശ്വസിക്കാവുന്ന ദേശീയ ബദലാണോ എന്നുള്ളത്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ജനങ്ങൾ ഇന്ന് ചോദിക്കുന്നത് BJPയെ എങ്ങനെ തോൽപ്പിക്കുമെന്നുള്ളതല്ല, പകരം BJPക്ക് പകരം രാജ്യം ആരാണ് നയിക്കുക എന്നുള്ളതാണ്.